ഈ ദിവസങ്ങളിലൊക്കെയും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഇതാ ഇന്നലെ നമ്മൾ ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്നലെ രാത്രി 12 മണിക്ക് മുൻപ്, അതായത് ഇന്നലെ തന്നെ പുറത്താക്കുമെന്ന് അടിവരയിട്ട് പറഞ്ഞത്. അപ്പോഴും താങ്കൾ ആ വിഷയത്തിൽ നടത്തിയ പ്രതികരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലാൽകുമാർ. എന്തായാലും അതിന് പിന്നാലെ കോടതി മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത നിമിഷം പുറത്താക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ധാർമ്മികത, മാതൃകാപരം എന്നൊക്കെയുള്ള വലിയ ഉത്തരവാദിത്തമുള്ള വാക്കുകൾ പറയാൻ ഈ കോൺഗ്രസിന് വാസ്തവത്തിൽ അവകാശമുണ്ടോ? രാഹുൽ മാങ്കുടത്തിൽ പുറത്തേക്ക് പോകുമ്പോഴും ഷാഫി പറമ്പിൽ ഇതാ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാൻ തോന്നുന്നു. ഈ കെ മുരളീധരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചിലപ്പം ഇതിനെ കാണുന്നത് ചിലപ്പം ഒരു വേറൊരു രീതിയിലായിരിക്കും, പല സെൻറ്റൻസുകളും വേറെ രീതിയിലായിരിക്കും കാണുന്നത്. നോക്കൂ, കെ മുരളീധരൻ പറഞ്ഞ വരി എടുത്തു പോകുക. ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ എന്നുള്ളതാണല്ലോ അസിത്ത് പറഞ്ഞത്. ഞാനത് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ ആ തീരുമാനത്തിൽ ഈ പറയുന്ന ആൾക്ക് റോളില്ലെന്നൊരു അർത്ഥമുണ്ട്. ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ എന്ന് പറയുമ്പം അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിന്നിട്ടാണ് പറയുന്നത് പുറത്താക്കിയല്ലോ എന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോംബ് പൊട്ടിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ കെ മുരളീധരന് ആ ഡിസിഷനുമായി ബന്ധപ്പെട്ട മുൻ KPCC പ്രസിഡന്റ് ആയിരുന്ന ആൾക്ക് ഒരു റോൾ ഇല്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആ സെന്റൻസ് പറയാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്നവർ ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ പറയുന്ന സാധനം ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ, അത് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്കേ പറയാൻ പറ്റൂ. ഒന്നത്. രണ്ട്, രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇയാളെ പുറത്താക്കണമെന്ന്. അപ്പം മുൻ KPCC പ്രസിഡന്റാണ്, അടുത്ത KPCC പ്രസിഡന്റാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അതല്ല അപ്പം അവിടെയും നടന്നത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 KPCC പ്രസിഡന്റുമാർ പറഞ്ഞ് അവിടെ നടന്നിട്ടില്ല. VD സതീശൻ പറഞ്ഞത് നടന്നില്ല. VD സതീശൻ ഉചിതമായ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ് VD സതീശന്റെ നിലപാട് ഇയാളെ പുറത്താക്കണമെന്നുള്ളതായിരുന്നു, നടന്നില്ല. സണ്ണി ജോസഫിന് പിന്നെ പ്രത്യേകിച്ച് വല്ല തീരുമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് സംഭവിച്ചത്. ഇത് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ വന്നത് എന്താ, നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്നു. ആ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ കോടതി തീരുമാനമെടുത്ത് കോടതി പറയുന്നു ആൻറ്റിസിപ്പേറ്ററി ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആ പോയിന്റിൽ കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തു ഇയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അപ്പോൾ രോഹിത് പറഞ്ഞ അനുമാനം കറക്റ്റാണ്, അല്ലെങ്കിൽ രോഹിത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അനുമാനിക്കാം നേരത്തെ തീരുമാനം എടുത്തു വെച്ചിരുന്നു. ആ തീരുമാനം എന്താ? ആ തീരുമാനം കണ്ടീഷണൽ തീരുമാനമാണ്. നോക്കൂ, രമേശ് ചെന്നിത്തല പറയുന്നു ഇയാൾ തെറ്റുകാരനാണ് എന്ന് ദ ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിന് അദ്ദേഹം പറയുന്നു. അത് കൂടാതെ രമേശ് ചെന്നിത്തല ഇന്ന് തന്നെ പറയുന്നു ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇയാളെ പുറത്താക്കേണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ള സ്ഥലത്ത് ഇന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാഞ്ഞ പോയിന്റ് അപ്പം വേറൊരു ചർച്ചയ്ക്കും വേറെ ആരും AICC-മായിട്ടോ വേറെ ഒരാൾക്കൊരു ഫോൺ കോൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ KPCC ഡിക്ലെയർ ചെയ്തു ഇന്ന ആളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. ഇതാണല്ലോ നടന്നത്, ഇതല്ലേ നടന്നത്? അതെങ്ങനെ നടക്കും? അതാണ് അവിടുത്തെ, അത് വളരെ രസകരമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇയാളെ പുറത്താക്കണമെന്ന്. പക്ഷെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ പുറത്താക്കാതിരിക്കാം. അതല്ലേ അതിൻ്റെ അർത്ഥം? ഇയാളെ പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് കോൺഗ്രസിന് തന്നെ മനസ്സിലായി, നേതാക്കന്മാർ തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു. പക്ഷെ ആൻറ്റിസിപ്പേറ്ററി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തേക്ക് ഒഴിവാക്കാം. അത് ആരുടെ താല്പര്യമാണ്? ആ താല്പര്യത്തിനകത്ത് രമേശ് ചെന്നിത്തലയില്ല, ആ താല്പര്യത്തിനകത്ത് VD സതീശനില്ല, ആ താല്പര്യത്തിനകത്ത് ഈ പറഞ്ഞിടത്തോളം മുരളീധരനില്ല, ഉറപ്പായിട്ടുമില്ല. അപ്പൊ KPCC പ്രസിഡന്റ് ഇത് ഹോൾഡ് ചെയ്യുക, BM സുധീരന് ഒട്ടുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ആരൊക്കെയാണ്? BM സുധീരൻ എന്ന് പറഞ്ഞ മുൻ KPCC പ്രസിഡന്റ്, രമേശ് ചെന്നിത്തല മുൻ KPCC പ്രസിഡന്റ്, ഈ പറയുന്ന കെ മുരളീധരൻ മുൻ KPCC, 3 KPCC പ്രസിഡന്റുമാരുടെ കാര്യമായി പറഞ്ഞത്. അപ്പൊ ഈ കണ്ടീഷണലായിട്ട് വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടായി കണ്ടീഷണലായിട്ട് ഇത് ഹോൾഡ് ചെയ്തെന്ന് അറിയേണ്ടത്? ആർക്ക് വേണ്ടി? AICC-യുമായിട്ട് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം തള്ളിയ ശേഷം AICC-യുമായി ആലോചിക്കാനുള്ള സമയം KPCC പ്രസിഡന്റ് കിട്ടിയിട്ടില്ല. അതിനേക്കാൾ പെട്ടെന്ന് ഓർഡർ വന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതേലും തരത്തിൽ ആൻറ്റിസിപ്പേറ്ററി കിട്ടുമായിരുന്നെങ്കിൽ ഇയാൾ അകത്തിരുന്നോട്ടെ എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുള്ളൊരു വിഷയം. ഇയാൾ കള്ളം ചെയ്തു, തെറ്റ് ചെയ്തു, പീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിൽ തീരുമാനമെടുത്ത് വെച്ചിരിക്കുന്ന വിഷയത്തിൽ തന്നെ ഒരു കോർട്ട് ഓർഡർ സാങ്കേതികമായെങ്കിലും ഇവർക്ക് അനുകൂലമായി വന്നാൽ ഇയാളെ പുറത്താക്കണ്ടെന്നുള്ള തീരുമാനമാണ്. ഇതാണ് സത്യം. ഇത് പക്ഷേ ഇത് ഇങ്ങനെ ഡൈസെക്ട് ചെയ്ത് പറയാനായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ, എനിക്ക് ഇങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് കോൺഗ്രസ് കാണിക്കുന്ന ആദ്യം തൊട്ടേ കാണിക്കുന്ന ഉടായ്പാണ്.
കോൺഗ്രസ് ഇന്ന് പറയുന്ന മോറൽ, ദേ ആർ ടേക്കിംഗ് എ വെരി പൊളിറ്റിക്കലി മോറൽ ഹൈ ഗ്രൗണ്ട്. എന്താണ്? ഞങ്ങൾ അപ്പത്തന്നെ പുറത്താക്കിയില്ലേ, ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ തന്നെ പുറത്താക്കിയില്ലേ, ഓടി നടന്ന് പീഡിപ്പിച്ച്, ഓടി നടന്ന് ഈ പറഞ്ഞ ഗർഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് വേറെ ഏത് കേസാണ് ഇവിടെ ഉള്ളത്? എൻ്റെ അറിവിലില്ല. ഞാനത് അങ്ങനെ പറഞ്ഞു വെച്ചത് ഞാൻ അത്രയും മോശമായിട്ടൊരു വിഷയമായതുകൊണ്ടാണ്. ബലമായി കൊണ്ടുപോകുന്നു, റേപ്പ് ചെയ്യുന്നു, ഒരാൾ കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ട് റൂം എടുത്തു. എങ്ങനെ കേസൊന്നും കേരള ഈ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ടാകത്തില്ല, ഇയാളെ ഉണ്ടാക്കി വെച്ചത്. അപ്പം അങ്ങനൊരു കാര്യം വരുമ്പം ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. നിങ്ങൾ ആദ്യം തന്നെ എടുക്കണമായിരുന്നു എന്ന് പറയുന്നത് ഞാനല്ല, രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തല പറഞ്ഞെടുത്ത് ആർക്ക് വേണ്ടി ഇത് ഒതുക്കി വെച്ചു, മാറ്റി വെച്ചു എന്നുള്ളതിൻ്റെ ഉത്തരവാണ് അസിത നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഷാഫി പറമ്പിലും കൂട്ടരും ഈ പറയുന്ന സൈബർ ബ്രിഗേഡ് കൂടെ ചേർന്ന് ഇതിനകത്ത് പിടിമുറുക്കി. മുൻ KPCC പ്രസിഡന്റുമാരുടെ തീരുമാനങ്ങൾ പോലും നടപ്പാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് പറയുമ്പോഴത്തേനും നമ്മളെ കടിച്ചു തിന്നാൻ വരും ആൾക്കാർ. ഇത് അങ്ങനൊന്നുമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സത്യം ഇതാ, നമ്മൾ പറഞ്ഞ സത്യം ഇത് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഇന്നലത്തെ ചർച്ചയിൽ KC വേണുഗോപാലിന്റെ ഭാര്യ അപ്ഡേറ്റ് ചെയ്ത പോസ്റ്റ് ആര് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു? സ്ത്രീപക്ഷ നിലപാട് എടുത്ത ഒരു പോസ്റ്റ്, അത് ഡിലീറ്റ് ചെയ്തത് ആരുടെ നിർബന്ധപ്രകാരം ഡിലീറ്റ് ചെയ്തു? കാര്യം ഞാൻ സ്ത്രീപക്ഷ നിലപാട് എഴുതിയ ഒരു പോസ്റ്റ്, അതിനകത്ത് മോശം കണ്ടന്റ് ഒന്നുമില്ല, ഞാൻ എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നത്? അങ്ങനെ നല്ല കണ്ടന്റാണ് ഞാൻ എഴുതിയെങ്കിൽ എന്നെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വെളിയിൽ നിന്ന് ഉള്ള പ്രഷറുണ്ട്. ഇത് ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടതുള്ളൂ, ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ ഉടനെ തീരുമാനം എടുത്തതെങ്കിൽ ആ തീരുമാനം നേരത്തെ എടുത്തു വെച്ചിരുന്നാന്നും, അത് കഴിഞ്ഞ് ഈ എന്തേലും സാഹചര്യത്തിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഇയാൾക്ക് കിട്ടിയാൽ അത് ഹോൾഡ് ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ശക്തരായ ഉള്ള ആൾക്കാര് മുൻ 3-4 KPCC പ്രസിഡന്റുമാരെ കവച്ചു വെക്കുന്ന രീതിയിൽ, പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കവച്ചു വെക്കുന്ന രീതിയിൽ തീരുമാനം എടുക്കുന്നത് മറ്റൊരാളാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി.